എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. IVF എന്ന് പറയുന്ന പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഒരു സീരീസ് പോലെ വീഡിയോ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. IVF ടെക്നിക്കിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് വേറെ വേറെ സ്റ്റെപ്സ് ആക്കി ഓരോ സ്റ്റെപ്സിലും നമ്മൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ആ സ്റ്റെപ്പിൽ എന്താണ് ഡോക്ടേഴ്സ് ചെയ്യുന്നത്, എന്താണ് ആക്ച്വലി ആ ഒരു സ്റ്റെപ്പിലുള്ള പ്രൊസീജിയർ, ആ ഒരു സ്റ്റെപ്പിൽ നമുക്ക് എന്തൊക്കെ പ്രിക്വേഷൻസ് ആണ് ചെയ്യേണ്ടത്, ആ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് വരാൻ സാധ്യതയുള്ളത്, ഈ കാര്യങ്ങൾ എല്ലാമാണ് ഡീറ്റെയിൽ ആയിട്ട് IVFൻ്റെ ഓരോ സ്റ്റെപ്സിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ IVFനെ 5 സബ് ടൈറ്റിൽസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് പ്രീ ട്രീറ്റ്മെൻറ്റ്, രണ്ടാമത്തേത് ഹോർമോണൽ ഇഞ്ചെക്ഷൻസ്, മൂന്നാമത്തേത് ഓവം പിക്കപ്പ് എന്ന് പറഞ്ഞ എഗ് കളക്ഷൻ്റെ ആക്ച്വൽ പ്രൊസീജിയർ, നാലാമത്തേത് ലബോറട്ടറി പ്രൊസീജിയർ, അഞ്ചാമത്തേത് എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് IVFന് മുമ്പായിട്ടുള്ള പ്രീ ട്രീറ്റ്മെൻറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ IVF പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യമേ കപ്പിൾസിന് എന്തൊക്കെ ടെസ്റ്റാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യണം എന്നൊക്കെ. എത്രയും നമ്മൾ IVFന് മുമ്പായിട്ടുള്ള പ്രീ ട്രീറ്റ്മെൻറ്റ് ഫോക്കസ് ചെയ്യുമോ അത്രയും നല്ലതായിരിക്കും, അത്രയും സക്സസ് ആയിട്ടായിരിക്കും നമ്മളുടെ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ IVFൻ്റെ പ്രീ ട്രീറ്റ്മെൻറ്റിൽ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നും പ്രീ IVF ഇൻവെസ്റ്റിഗേഷൻ്റെ മോട്ടീവ് എന്താണെന്നും പ്രീ IVF ഇൻവെസ്റ്റിഗേഷനിൽ എന്തൊക്കെയാണ് വരുന്നതെന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ വേഗം നമുക്ക് ഒട്ടും ഡിലേ ഇല്ലാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. എത്രയും നമ്മൾ IVFന് മുമ്പായിട്ടുള്ള പ്രീ ട്രീറ്റ്മെൻറ്റ് ഫോക്കസ് ചെയ്യുമോ അത്രയും നല്ലതായിരിക്കും നമ്മുടെ റിസൾട്ട്. IVF എന്ന് പറയുന്നത് എഗ്ഗിനെയും സ്പേമിനെയും മിക്സ് ചെയ്യുന്ന പ്രൊസീജിയറാണ്. എത്രയും നല്ല എഗ് ആയിരിക്കുമോ, എത്രയും നല്ല സ്പേം ആയിരിക്കുമോ, എത്രയും നല്ല യൂട്രസ് ആയിരിക്കുമോ അത്രയും നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പ്രീ IVF ഇൻവെസ്റ്റിഗേഷൻ്റെ ആദ്യത്തെ മോട്ടീവ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ ശരീരം പ്രഗ്നൻ്റ് ആകാൻ ഫിറ്റ് ആണോ എന്ന് അസസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ മോട്ടീവ് എന്ന് പറയുന്നത് സ്ത്രീയുടെയും പുരുഷൻ്റെയും സ്ഥിതിയെ ഓപ്റ്റിമൈസ് ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് പേരുടെയും എഗ്ഗിൻ്റെയും സ്പേമിൻ്റെയും ക്വാളിറ്റി ബെസ്റ്റ് ആക്കി അതിനുശേഷം ആണ് IVF സ്റ്റാർട്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ മോട്ടീവ് എന്ന് പറയുന്നത് യൂട്രസിൻ്റെ അകത്തെ ലെയേഴ്സിൻ്റെ റിസെപ്റ്റിവിറ്റി ടെസ്റ്റ് ചെയ്ത് ഇംപ്രൂവ് ചെയ്യുന്നതാണ്. അതുമൂലം ലാബിൽ ഗ്രോ ചെയ്ത എംബ്രിയോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇംപ്ലാന്റേഷൻ ശരിക്ക് നടക്കാനും മിസ്കാരിയേജ് ഒക്കെ തടയാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമേ നമുക്കിതിൽ മുഖ്യമായി ചെയ്യുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് പ്രീ IVF പ്രൊസീജിയറിൽ കൗൺസിലിംഗ് ആണ്. IVF പ്രോസസ്സ് എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കണം. അതിൻ്റെ ലോജിക് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് തന്നെ എത്രയാണ് സക്സസ് റേറ്റ് എന്നും എക്സ്പെക്റ്റേഷൻ എന്തൊക്കെ വെക്കാം എന്നും നമുക്ക് ക്ലിയർ ആകും. IVF എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയാൽ പോസിറ്റീവായും നെഗറ്റീവായും റിസൾട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ കൗൺസിലിംഗ് IVFന് മുമ്പായിട്ട് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. IVF കൗൺസിലിങ്ങിൽ IVF പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്നും എത്ര പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമെന്നും എത്ര ദിവസം അഡ്മിറ്റ് ആകേണ്ട ആവശ്യം വരുമെന്നും ഒക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. IVF കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് തീരുന്നതല്ല. ഒരു പ്രാവശ്യം നന്നായി മനസ്സിലാക്കി കൊടുത്താലും കപ്പിൾസിന് ഇടയ്ക്കിടയ്ക്ക് ഡൗട്ട് ഉണ്ടായെന്ന് വരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീണ്ടും ഡൗട്ട് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ കൗൺസിലറിനോട് ചോദിച്ച് അത് ക്ലിയർ ചെയ്യുക. എന്നിട്ട് മാത്രമേ IVFൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാവൂ. ഇനിയും എക്സാമിനേഷൻ അല്ലെങ്കിൽ ടെസ്റ്റിൻ്റെ കാര്യം എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൽ മെയിൻ ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഫീമെയിൽസിൻ്റെ ഇൻറ്റേർണൽ സോണോഗ്രഫിയാണ്. ഇൻറ്റേർണൽ സോണോഗ്രഫി കൊണ്ട് നമുക്ക് യൂട്രസിൻ്റെ അനാറ്റമി, യൂട്രസിൻ്റെ അകത്തുള്ള ഡിഫെക്ട്സ് എന്ന് പറഞ്ഞാൽ ഫൈബ്രോയിഡ്സ്, അഡേഷൻസ്, അഡിനോമയോസിസ് ഒക്കെ ഉണ്ടോ എന്ന് മനസ്സിലാകും.
കൂടെ തന്നെ യൂട്രസിൻ്റെ ചുറ്റിനുമുള്ള സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഫെലോപ്പിയൻ ട്യൂബ്, ഓവറി, ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാകും. ചിലപ്പോഴൊക്കെ IVFന് മുമ്പായിട്ട് സോണോഗ്രഫി ചെയ്ത് നോക്കുമ്പോൾ ട്യൂബ്സിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് കാണാൻ സാധിക്കാറുണ്ട്. അതിനെ നമ്മൾ ഹൈഡ്രോസാൽപിനിക്സ് എന്ന് പറയും. IVFൻ്റെ സക്സസിന് ഹൈഡ്രോസാൽപിനിക്സ് ഒരുപാട് ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ IVFൻ്റെ സക്സസിനായിട്ട് IVFന് മുമ്പ് ഇത് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഓവറിയിൽ എത്ര ഫോളിക്കിൾ ഉണ്ട് അതിനെ നമ്മൾ ആൻഡ്രൽ ഫോളിക്കിൾ കൗണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു ആൻഡ്രൽ ഫോളിക്കിൾ കൗണ്ട് ആണ് നമുക്ക് ഇഞ്ചെക്ഷൻസിൻ്റെ ഡോസും എത്ര ദിവസം ഇഞ്ചെക്ഷൻസ് എടുക്കണമെന്നും എത്ര എക്സ് പ്രതീക്ഷിക്കണം എന്നും ഒരു ഐഡിയ തരുന്നത്. ഫീമെയിൽസിൻ്റെ പൂർണ്ണ ഒരു സ്ഥിതിയെപ്പറ്റി ഇൻറ്റേർണൽ സോണോഗ്രഫി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇൻറ്റേർണൽ സോണോഗ്രഫിയുടെ കൂടെ കുറച്ച് ബ്ലഡ് ടെസ്റ്റും ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ആദ്യത്തേത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, CBC എന്ന് പറയും. ഇതിൽ ഫീമെയിൽ അനീമിക് ആണോ അല്ലയോ എന്ന് മനസ്സിലാകും. ഒപ്പം തന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോർമൽ ആണോ എന്നും ചെക്ക് ചെയ്യും. രണ്ടാമത്തേത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, TSH എന്ന് പറയും. TSH ഹോർമോൺ റേഞ്ചിൽ നിൽക്കേണ്ടത് IVFന് മുമ്പായിട്ട് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് പറഞ്ഞാൽ TSH റീപ്രൊഡക്റ്റീവ് അസസിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യും. നിങ്ങളുടെ TSH കൂടുതൽ ആണെങ്കിൽ ആ ഒരു കേസിൽ IVF സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ആദ്യമേ അത് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ IVF സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഡെവലപ്പിംഗ് എംബ്രിയോൻ്റെയും മെൻ്റൽ ഡെവലപ്മെൻറ്റ് തൈറോയ്ഡ് ഹോർമോൺ ഡിപ്പെൻഡ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ TSH ഹോർമോൺ IVFന് മുമ്പായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതുകൂടാതെ നമ്മൾ പ്രൊലാക്റ്റിൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്. പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ഹോർമോണാണ്. ഇതിൻ്റെ ഇംബാലൻസും റീപ്രൊഡക്റ്റീവ് ആക്സസ്, ഇംപ്ലാന്റേഷൻ, ഓവുലേഷൻ ഇതിനെയൊക്കെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ IVF സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ പ്രൊലാക്റ്റിൻ ലെവൽ നോർമൽ ആകേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ IVF സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരിലും റുബെല്ല ഇമ്മ്യൂണിറ്റിയും ചെക്ക് ചെയ്യും. എന്താണെന്ന് പറഞ്ഞാൽ റുബെല്ല കൺസീവ് ആയി കഴിഞ്ഞ് കോൺട്രാക്ട് ആയാൽ കുഞ്ഞിന് ബർത്ത് ഡിഫക്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. IVF ചെയ്യുമ്പോൾ എയിം എന്ന് പറയുന്നത് കൺസീവ് ആകണം എന്ന് മാത്രമല്ല, പൂർണ്ണ ആരോഗ്യത്തോടെ ഒരു കുഞ്ഞിനെ കപ്പിൾസിന് കിട്ടണം എന്നുള്ളത് കൂടിയാണ്. പിന്നെ HIV, ഹെപ്പറ്റൈറ്റിസ് B, C ഇതൊക്കെ ഉണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. ഈ ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഈ അസുഖങ്ങളൊക്കെ എംബ്രിയോയിലോട്ട് ട്രാൻസ്ഫർ ആകാൻ ചാൻസ് ഉണ്ട്. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാലും കുഞ്ഞിലും ട്രാൻസ്ഫർ ആകും. അപ്പോൾ HIV പോസിറ്റീവ് ആണെങ്കിലോ ഹെപ്പറ്റൈറ്റിസ് B പോസിറ്റീവ് ആണെങ്കിലോ ഹെപ്പറ്റൈറ്റിസ് C പോസിറ്റീവ് ആണെങ്കിലോ IVFൻ്റെ പ്ലാൻ ആ തരത്തിൽ മോഡിഫൈ ചേഞ്ച് ചെയ്യും. ഇത് കൂടാതെ ചില യൂണിറ്റ്സിലൊക്കെ പാപ്സ്മിയർ ടെസ്റ്റും ചെയ്യാറുണ്ട്. പിന്നെ ഓപ്ഷണലായിട്ട് AMH ടെസ്റ്റും ചെയ്യാറുണ്ട്. ആൻറ്റി മുല്ലേരിയൻ ഹോർമോൺ AMH ടെസ്റ്റ് ഒവേരിയൻ റിസർവ് എത്രയാണെന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. AMH ടെസ്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, കണ്ടു നോക്കുക. ഇതൊക്കെയാണ് ഫീമെയിൽസിൽ നടത്തുന്ന ടെസ്റ്റ്. മെയിൽസിൽ അവർക്ക് വൈറൽ മാർക്കർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ HIV, ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C ഒക്കെ ചെയ്തു നോക്കും. സീമൻ അനാലിസിസ് WHO 2010 ക്രൈറ്റീരിയ അനുസരിച്ച് ചെയ്തു നോക്കും. ഇത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ വന്നാൽ നോർമലി ഫീമെയിൽസിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ 50% കേസിലും മെയിൽ ഫാക്ടർ ആയിരിക്കും ഇൻഫെർട്ടിലിറ്റിക്ക് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്. സ്പേം പാരാമീറ്റേഴ്സ് കുറച്ചെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് കറക്റ്റ് ഡയഗ്നോസ് ചെയ്ത് അത് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മെയിൽ ഇൻഫെർട്ടിലിറ്റി കേസ് ആണെങ്കിൽ FSH, LH, ടെസ്റ്റോസ്റ്റെറോൺ ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. സ്പേം കിട്ടുമോ എന്ന് നോക്കാനായിട്ട്. ഇതൊക്കെയാണ് എല്ലാ ബ്ലഡ് ടെസ്റ്റിൻ്റെയും സോണോഗ്രഫിയുടെയും കൗൺസിലിങ്ങിൻ്റെയും ഡീറ്റെയിൽസ്. അത് കഴിഞ്ഞ് ഒരു ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് ചെയ്യും. അതാണ് മോക്ക് എംബ്രിയോ ട്രാൻസ്ഫർ, MET അല്ലെങ്കിൽ സൗണ്ടിങ്. മോക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്ന അതേ കത്തീറ്റർ വെച്ച് മോക്ക് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യും. എന്ന് പറഞ്ഞാൽ യൂട്രസ് ഒന്ന് നെഗോഷിയേറ്റ് ചെയ്ത് കത്തീറ്റർ ഉള്ളിലോട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കും. എത്ര ഡെപ്തിലാണ് എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് തന്നെയാണ്. എംബ്രിയോ ട്രാൻസ്ഫറിൽ നന്നായിട്ട് എത്ര ഡെപ്തിലാണോ എംബ്രിയോസ് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മുഴുവൻ IVF സൈക്കിൾ വേസ്റ്റ് ആകും. അതുകൊണ്ട് തന്നെ എപ്പോഴും യൂട്രസിൻ്റെ മെഷർമെൻറ്റ് നേരത്തെ
ചെയ്തു നോക്കും. അത് കഴിഞ്ഞാണ് IVF സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് നേരത്തെ ഹിസ്ട്രോസ്കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ, IUI ചെയ്തിട്ടുണ്ടെങ്കിൽ, IVF ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സൗണ്ടിങ് ചെയ്തില്ലെന്നും വരും. അപ്പോൾ ഇതൊക്കെയാണ് IVFന് മുമ്പായിട്ടുള്ള എല്ലാ ടെസ്റ്റുകളുടെയും ഡീറ്റെയിൽസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡ് ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെയോ മെയിലിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാം. ഇത് മൂന്നിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറന്നു പോകരുത്. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും IVF സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സീരീസിലെ സീരീസ് നമ്പർ 2 വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.